അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടു ഫിക്സഡ് പോയിന്റ് ചാർജസ് +9e and +4e are placed on a straight line AB equal to A at A and B respectively. Where should the third point charge be placed on AB for it to be in equilibrium? ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കണം, കാരണം നമ്മൾ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പല ടോപ്പിക്കിലും വരാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതിന്റെ എന്താണ് ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. രണ്ട് ചാർജസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, +9e അതുപോലെ +4e. നമുക്ക് ചാർജ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് കൊടുക്കാം. +9e അതുപോലെ +4e. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കൂ, ഇതിൽ നമുക്കിനി മൂന്നാമതൊരു ചാർജ് ഈ ലൈൻ ജോയിനിങ് പേരൊക്കെ തന്നിട്ടുണ്ട് A and B. അവിടെ ചാർജിന്റെ കേസ് പറയുന്നുണ്ട് 9e ഇരിക്കുന്നത് എയിലാണ്, 4e ഇരിക്കുന്നത് എവിടെയാണ്, ബിയിലാണ് തന്നിട്ടുണ്ട്. ഈ ലൈൻ ജോയിനിങ്ങിൽ എവിടെ നമുക്ക് മൂന്നാമതൊരു ചാർജ് വെച്ചാൽ ആ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. നോക്കൂ, ഏകദേശം മിഡിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും, കാരണം ഇത് സ്ട്രോങ് ചാർജാണ്. ഇവിടെ നിന്നുള്ള ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് അറിയില്ല എത്രയാണ്, എന്നാലും കുറച്ചും കൂടി അങ്ങോട്ടാണ് നമുക്കറിയാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു P. ഈ P എന്നുള്ള പോയിന്റിലാണ് ഞാൻ Q എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുന്നത്. ഇപ്പൊ ആ ചാർജ് ഇക്വിലിബ്രിയത്തിലാണ് വിചാരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര ഡിസ്റ്റൻസിൽ വെച്ചാലാണ് ഇക്വിലിബ്രിയത്തിലാവുക. അപ്പൊ അറിയില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാരിയബിൾ അവിടെ കൊടുക്കും. നോക്കൂ, എക്സ് എന്നുള്ള വാല്യൂ നമ്മള് ഈ എക്സ് എന്നുള്ള വാല്യൂലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇക്വിലിബ്രിയത്തിലാവേണ്ട ചാർജ് വെച്ചിട്ടുള്ളത്. ഇനി എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, പക്ഷെ ഇത് വാല്യൂ ഉള്ളത് എ എന്നാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡിസ്റ്റൻസിന് എന്ത് കൊടുക്കാം, ഞാൻ A-x എന്ന് കൊടുക്കാം. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എ ആണ്, അതിൽ എക്സ് കുറച്ച ബാക്കി എത്രയാണ്, A-x. നമുക്ക് ഡിസ്റ്റൻസ് AB = a എന്ന് എന്തിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടീഷൻ എന്താണ്, ഇതുണ്ടാക്കുന്ന ഫോഴ്സും ബിയിലിരിക്കുന്ന ഫോഴ്സും എന്താണ് ഇവിടെ സെയിം അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോഴാണല്ലോ ഇക്വിലിബ്രിയത്തിലാവുക. ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ നമുക്കറിയാം, നെറ്റ് ഫോഴ്സ് 0 എന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും, F1 = F2. എന്ത് പേര് കൊടുക്കാം, ഞാനിവിടെ F1 F2 എന്ന് കൊടുത്തു. 9e ഉണ്ടാക്കുന്ന ഫോഴ്സിനെ F1 എന്നും 4e ഉണ്ടാക്കുന്ന ഫോഴ്സിനെ F2 എന്നും കൊടുത്തു. They are equal and opposite. അതാണ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. നോക്കാം നമുക്ക്. ഇവിടെ വാല്യൂ എത്രയായിരിക്കും, F1ന്റെ 1/4πε0. ചാർജ് എത്രയാണ്, 9e ഇൻറ്റു എന്താണ് ചാർജ്, Q / x². അല്ലേ? ഇനി ഈ ബിയിൽ ഇരിക്കുന്ന 4e ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയാണ്, അഗെയിൻ 1/4πε0 4e ഇൻറ്റു അഗെയിൻ ചാർജ് എന്ത് തന്നെയാണ്, Q ഇതാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, A-x². അതാണ് നമുക്ക് തന്നുള്ള കണ്ടീഷൻ. രണ്ട് ഫോഴ്സുകൾ എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. 1/4πε0 ക്യാൻസൽ ചെയ്യപ്പെട്ടു അല്ലെ. ഇവിടെ E ആണ്, E എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോണിക് ചാർജ് ആണ്. രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് 9e ആണ്, ഒരു ഭാഗത്ത് 4e ആണ്. ഈ രണ്ട് ഭാഗത്തും കൊണ്ട് ക്യാൻസൽ ചെയ്യും. അതുപോലെ ഈ Q എന്ന് പറയുന്നത് രണ്ടിലേക്കും കോമൺ ആണ്, Q എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്യും. ഓക്കെ, ബാക്കി വരുന്നത് എന്തൊക്കെയാ നോക്കി. ഇനി ഇവിടെ ബാക്കിയുള്ളത് 9/x² ആണ്. ഞാൻ എടുത്ത് എഴുതാണെങ്കിൽ 9/x². ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാ, 4 എന്താണുള്ളത്, A-x². ഇതിൽ നിന്നാണ് നമുക്ക് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 9 ഇൻറ്റു A-x² ഈക്വൽ ടു ഇത് കിട്ടും 4 ഇൻറ്റു x². ഇപ്പൊ രണ്ട് സൈഡിലും നമുക്ക് റൂട്ട് എടുക്കുന്ന അല്ലെങ്കിൽ റൂട്ട് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് റൂട്ട് എടുക്കാം. റൂട്ട് LHSലും RHSലും റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 9ന്റെ റൂട്ട് എത്രയാ, 3. ഇവിടെ സ്ക്വയർ ആണ്, കിട്ടും A-x. അഗെയിൻ റൈറ്റ് സൈഡിൽ വരുമ്പോ
4 റൂട്ട് 2 x സ്ക്വയറിന്റെ റൂട്ട് എക്സ്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എക്സ് വരുന്ന വാല്യൂസ് ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ഇവിടെ എത്ര വരുന്നുണ്ട്, 3 into 8. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എത്ര ഉണ്ട്, 2 into x. നോക്കൂ, ഇനി എക്സ് വരുന്ന ഒരു വാല്യൂ കൂടെ എഴുതാനാണ് 3 into -x -3x. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ +3x ആയി മാറും. +3x. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര x ആയി, ടോട്ടൽ 5x ആയി. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore x is equal to 3/5a. That's the final answer. അപ്പൊ ആകെ ഡിസ്റ്റൻസ് ആണ് a. അതിന്റെ 5/3 ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴാണ് ഇവിടെ ഏത് ചാർജ് വെച്ചാലും ആ ചാർജ് എന്തായി മാറുക, ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. An electron moves a distance of 8 centimeter when accelerated from rest by an electric field of strength 3 into 10⁴ Newton per coulomb. Calculate the time of travel. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെ നോക്കൂ. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, 8 സെന്റിമീറ്റേഴ്സ് മൂവ് ചെയ്യുന്നു. എവിടെ നിന്ന്, റെസ്റ്റിൽ നിന്ന്. അത് മൂവ് ചെയ്യാൻ കാരണമായ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫീൽഡിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 3 into 10⁴. എങ്കിൽ നമുക്ക് ആ അവിടേക്ക് എത്താനുള്ള ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഗിവൺ വാല്യൂസ് നോക്കാം. ഇലക്ട്രോൺ ആണ്, ഇ എന്ന് കൊടുത്തു. ഇലക്ട്രോൺ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 8 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇത് ഇങ്ങോട്ട് പോകാൻ കാരണം ഇവിടെ ഒരു ആക്സിലറേറ്റിംഗ് ഫീൽഡ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ചെലുത്തുന്ന ഫോഴ്സ് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടത്. ഇ ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 3 into 10⁴ Newton per coulomb. ഇത്രയും ഡാറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് ഈ 8 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈമാണ്. നമുക്കറിയാം ടൈം എന്നുള്ളത് കൈനമാറ്റിക്സിലെ ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ ടൈം ഓഫ് ട്രാവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്, ഡിസ്റ്റൻസും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, S equal to, നമുക്ക് ഇക്വേഷൻ ആണെങ്കിൽ ആദ്യം എഴുതി നോക്കാം. S equal to ut plus half at square. ഇതാണ് ഇക്വേഷൻ. നോക്കൂ, യുവിന്റെ വാല്യൂ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പൊ u equal to 0 ആണ്. ദെൻ നമുക്ക് S വന്നിട്ടുണ്ട് എത്രയാണ്, 8 സെന്റിമീറ്റേഴ്സ് ആണ്. T ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ T കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു വാല്യൂ ആണ് A. എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഇത് ആക്സിലറേറ്റ് ചെയ്യാൻ കാരണമായ ഫോഴ്സ് ഏതാണ്, കാരണം ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ അത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും പഠിച്ചിട്ടുണ്ട്. ഒരു ബോഡിയുടെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ആ ബോഡി എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും നമ്മൾ അറിയാം. അപ്പോ ന്യൂട്ടൺസ് ലോസ് വെച്ച് നമുക്ക് ആ ഇക്വേഷന് എഴുതാം. അപ്പൊ ഇവിടെ ആക്ച്വലി ഉള്ള ഫോഴ്സ് ഏതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഏതാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്കറിയാം, F is equal to Q into E. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ Q എന്ന് പറയുന്ന ചാർജ് വെച്ചാൽ ആ ചാർജിന്റെ മുകളിൽ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F is equal to Q into E. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, നോർമലി ഫോഴ്സിന്റെ ഇക്വേഷൻ ആയ തേർഡ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോയിൽ കിട്ടുന്ന ഇക്വേഷൻ ആയ F is equal to ma യുമായി കമ്പയർ ചെയ്യും. അപ്പൊ ഇതിൽ നമുക്ക് ആക്സിലറേഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. calculate ചെയ്യാം. Therefore, acceleration is equal to QE by m. അല്ലെങ്കിൽ നമുക്കറിയാം ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് Q 1.6 into 10⁻⁻19. ഓക്കെ, then അവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു 3 into 10⁴. yes, then all divided by, then m എന്ന മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 9.1 into 10⁻31 കിലോഗ്രാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒന്ന് ചെയ്തു നോക്കുക. കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.533 into
then 10 raised to 16 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡ്. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് ഇങ്ങനെയാണ്. നമുക്ക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ മാസ്, ഫോഴ്സ് ഏതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ രീതിയിലുള്ള തിയറി പാർട്ട് ഓർക്കുക. എന്നാൽ നമുക്ക് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ആക്സലറേഷൻ എന്ന് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ടൈം ഓഫ് ട്രാവൽ. നമ്മൾ പറഞ്ഞു u 0 ആണെന്ന്. അപ്പൊ എന്താ ഇക്വേഷൻ, s is equal to ബാക്കി എന്താണത് ഹാഫ് at സ്ക്വയർ മാത്രമാണ് ബാക്കിയുള്ളത്. therefore t square is equal to എത്ര കിട്ടി, 2s by a അല്ലെ. t equal to കിട്ടിയപ്പോ t equal to root of 2s by a. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ എത്തിക്കാൻ പറ്റും. എത്രയാണ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് 2 into s എന്നുള്ള എത്രയാ, എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, 8 സെന്റിമീറ്റർ. സെന്റിമീറ്റർ എന്തിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 8 into 10 raised to -2 കൊടുക്കുക ബൈ ആക്സലറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.5 into അല്ലെങ്കിൽ 0.533 into 10 raised to 16. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈം ഓഫ് ട്രാവൽ കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം ഓഫ് ട്രാവൽ കിട്ടുന്ന നോക്കൂ 5.48 ആണ് ആൻസർ കിട്ടുന്നത്. ചെയ്ത് നോക്കുക നിങ്ങൾ. 5.48 into 10 raised to -9 seconds. ഇത്രയാണ് ആൻസർ കിട്ടുന്നത്. വളരെ ചെറിയ ടൈമാണ്. അപ്പോ ഈ ഡിസ്റ്റൻസ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ സഞ്ചരിക്കണമെങ്കിൽ എടുക്കുന്ന ടൈമാണ് 5.48 into 10 raised to -9 seconds. നമുക്കിനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 point charges 20 microcoulomb and 80 microcoulomb are placed 18 centimeter apart. Find the position of the point where the electric field is 0. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത്. നമുക്ക് രണ്ട് ചാർജ് ആണ് തന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന പോലെ രണ്ട് ചാർജ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ഒന്ന് 20 മൈക്രോകൂളം ആണ്, രണ്ടാമത്തത് 80 മൈക്രോകൂളം. ഈ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് 18 സെന്റിമീറ്റർ ആണ്. 18 സെന്റിമീറ്റർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഈ ലൈൻ ജോയിനിങ്ങിൽ ഏത് പോയിന്റിലാണ് ഫീൽഡ് 0 ആയി. അപ്പൊ എങ്ങനെ ഫീൽഡ് 0 നമുക്കൊരു പോയിന്റ് ആദ്യം അസ്യൂം ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ, പി എന്ന് ഞാൻ പോയിന്റിന് പേര്. പിയിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസിനെ എക്സ് എന്ന് മാർക്ക് ചെയ്യും. എക്സ്. ബാക്കിയുള്ള ഡിസ്റ്റൻസ് സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസ് 18 ആണ്. എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 18 മൈനസ് എക്സ്. അപ്പോ ഈ പോയിന്റിൽ ഫീൽഡ് 0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡും സെക്കൻഡ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡും എന്തായിരിക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫീൽഡിന് പേര് കൊടുക്കാം. ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന് ഞാൻ E1 എന്ന് കൊടുത്തു, സെക്കൻഡ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന് E2 എന്ന് കൊടുത്തു. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ട ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അപ്പോ മനസ്സിലാവും. E1 ഈക്വൽ ടു എന്തായിരിക്കണം, E2. കാരണം ഇവിടെ സെയിം ചാർജസ് ആണ്, രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അവ ക്യാൻസൽ ആയി പോകും. നമുക്ക് ആ കണ്ടീഷൻ വെച്ച് ഇതിനെ സോൾവ് ചെയ്യാം. E1 ഈക്വൽ ടു എന്തായിരിക്കും, E2. അപ്പൊ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് കൂളംസ് ലോ ഫോർമാറ്റിൽ ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു, 1/4πε0 Q1/r². അല്ലെ, ഇവിടെ ആറിന്റെ പകരം എന്താണ്, എക്സ് ആണ്. x² ഈക്വൽ ടു രണ്ടാമത്തത് 1/4πε0 Q2 ബാക്കിയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഈ രീതിയിൽ രണ്ട് ഫീൽഡുകളാണ്. നമുക്കിവിടെ 1/4πε0 രണ്ട് സൈഡിൽ ഉണ്ടായത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള വാല്യൂ എന്ത് വരും, Q1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 20 മൈക്രോകൂളം ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ divided by x². That's equal to Q2 നമുക്ക് തന്നിട്ടുണ്ട് 80 മൈക്രോകൂളം ആണ്. 80 into 10⁻⁻⁶.
ഡിനോമിനേറ്ററിൽ 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. ഇനി നോക്കൂ 10⁻⁻6 രണ്ട് ഭാഗത്തുണ്ട്. 10⁻⁻6 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതോടൊപ്പം നമുക്ക് മറ്റൊരു ഡിവിഷനെ കൂടി നടത്താം. ഈ 20 ഇങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ അല്ലെങ്കിൽ 20 18 ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായാലും കിട്ടാൻ നോക്കാം. 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ എന്നുള്ള സിമ്പിൾ ഫോമിലേക്ക് മാറി ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് എടുക്കാം. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് എന്തായി മാറും, LHS എന്തായി മാറും 18 മൈനസ് എക്സ്, RHS എന്തായി മാറും 2x. ഓക്കെ, അപ്പൊ ഇതില് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ എക്സിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ബാക്കി ഉണ്ടാവുക 18 ഈക്വൽ ടു ഇപ്പുറത്തുണ്ട് 2x ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു എക്സ് കൂടി ചെല്ലാം. അപ്പൊ ഇതുണ്ടാവും പ്ലസ് എക്സ്, that's equal to 3x. Therefore, the final answer is x is equal to 18 by 3. Okay, that's equal to 6 centimeters. That's the final answer. So, നമുക്ക് ഫീൽഡ് 0 എന്ന പോയിന്റിലേക്ക് 20 മൈക്രോ കൂളംബിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. Then ഇക്വേഷൻ എന്താണ്, 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. An oil drop with 10 excess electrons is held stationary under a constant electric field of 3 into 10 raised to 4 Newton per coulomb in Millikan oil drop experiment. Then the density of oil drop is 1.26 into 10 raised to 3 kilogram per meter cube. Calculate the radius of the drop. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പം മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ എക്സ്പെരിമെന്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല, നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവാം. എന്തായാലും എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള ധാരണയല്ല നമുക്ക് വേണ്ടത്, പകരം എന്താണ് അവിടെ സംഭവിച്ചത് നോക്കാം. നമുക്ക് ഒരു ഓയിൽ ഡ്രോപ്പ് അതിൽ 10 എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഓയിൽ ഡ്രോപ്പ് ചാർജ്ഡാണ്. എത്ര ചാർജ് ഉണ്ടാവും അതിൽ എത്ര ടോട്ടൽ, നമ്മൾ അഡിറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന എക്സസ് ചാർജുകളാണ് അതിനെ നെറ്റ് ചാർജ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ 10 ഇലക്ട്രോൺസ് ആണ് ആ ഓയിൽ ഡ്രോപ്പിൽ എക്സസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് കിട്ടി. Q ഈക്വൽ ടു എത്രയാണ്, 10 into E ആണ്. എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് നമുക്കറിയാം. അപ്പൊ 10 into 1.6 into 10 raised to -19 കൂളം ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇത് ഇക്വിലിബ്രിയത്തിലിരിക്കാന്നാണ്. ഇക്വിലിബ്രിയത്തിലിരിക്കാൻ കാരണമായിട്ടുള്ള ഫീൽഡ് അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജ് ഫീൽഡിൽ വെച്ചാൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഇക്വിലിബ്രിയത്തിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത് എങ്ങനെയാണ്, ഓയിൽ ഡ്രോപ്പ് ഇതിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫീൽഡ് ലൈൻസ് ഒക്കെ വെച്ച് കാണിക്കും. ഇലക്ട്രിക് ഫീൽഡിനാണ്. ഈ ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 3 into 10 raised to 4. ഒരു ഗിവൺ വാല്യൂ ആണ് E ഈക്വൽ ടു 3 into 10 raised to 4 Newton per coulomb. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ ഓയിൽ ഡ്രോപ്പിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ അതിന് തന്നിട്ടുള്ള മറ്റൊരു കാര്യം, ഓയിൽ ഡ്രോപ്പിന്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി തന്നിട്ടുള്ള എത്രയാണ്, 1.26 into 10 raised to 3 kilogram per meter cube. ഈ 3 വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഈ ഓയിൽ ഡ്രോപ്പ് ഇക്വിലിബ്രിയത്തിലാന്ന് പറയുമെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് മാത്രമല്ല മറ്റൊരു ഫോഴ്സ് കൂടി വേണം. നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോഴാണ് ഒരു ബോഡി എന്തിനാന്ന് പറയാ, ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. അപ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് മുകളിലേക്ക് നമുക്കതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് പറയാം, FE എന്ന് ഞാൻ കൊടുത്തു. ഇതിനെ ഈ ഓയിൽ ഡ്രോപ്പിന് ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലെ, മാസീവ് ആണ്. അപ്പൊ വെയിറ്റ് ഉണ്ടാവും. താഴേക്ക് ഉണ്ടാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പൊ ഈ 2 ഫോഴ്സുകൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് ഈ ഓയിൽ ഡ്രോപ്പ് എന്തിനാണെന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ കിട്ടി. ആ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റും. കണ്ടീഷൻ എങ്ങനെയായിരിക്കും നോക്കൂ, FG ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ്സ് ഈക്വൽ ടു എത്രയായിരിക്കും, FE
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അപ്വേർഡ്സ്. ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം ഇക്വേഷൻ mg ആണ്. mg ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള q എന്ന് പറയുന്ന ചാർജ് ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. q ഇൻറ്റു എന്താണ് E ആണ്. ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ റേഡിയസ് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ക്വാണ്ടിറ്റിയിലൊന്നും റേഡിയസ് ഇല്ല. റേഡിയസ് എവിടെ വരാം? ചാർജിലോ ഫീൽഡിലോ ജിയിലോ ഒന്നല്ല. റേഡിയസ് വരുന്നത് മാസിലാണ്, ഒരു ബോഡിയുടെ മാസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ മാസ് നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. വോളിയം എത്ര? വോളിയത്തിന്റെ ഇക്വേഷൻ സ്ഫെറിക്കൽ ഡ്രോപ്പ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് സ്ഫെറിക്കൽ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ എത്രയാ? 4/3 പൈ r³ അല്ലെ? ഇതാണെന്ത്? ആ ഡ്രോപ്പിന്റെ വോളിയം. വോളിയത്തെ എന്തോന്ന് ഗുണിച്ചാൽ മതി? ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചാൽ എന്തായി? മാസ്. അപ്പൊ മാസിന് പകരമാണ് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തത്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ബാക്കിയുള്ളത് എന്താ? G ആണ്. ദാറ്റ്സ് ഈക്വൽ ടു Q ഇൻറ്റു E. ഇതിൽ നിന്നാണ് നമുക്ക് ഈ R എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ വരുന്ന വാല്യൂസ് നോക്കാം. നമുക്കിനി രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂസ് നോക്കാം. അപ്പൊ r³ is equal to എന്ത് വരും? 3 അങ്ങോട്ട് പോലെ 3 into Q into E divided by പിന്നെ വരുന്നത് ഏതൊക്കെ ഇവിടെ? 4 വരുന്നുണ്ട്. പൈ അല്ലെ? റൈറ്റ് സൈഡ് LHS ൽ നിന്ന് ഇവിടുന്ന് 4 പൈ ഉണ്ട്. റോ G ഉണ്ട് അല്ലെ? റോ G. ഇത്രയും ക്വാണ്ടിറ്റീസ് നമുക്ക് ഇവിടെ വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? നമുക്ക് R is equal to ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക എന്നുള്ളതാണ്. 3 into Q നമുക്ക് കൊടുക്കാം. Q ന്റെ വാല്യൂ എത്രയാണ്? 10 into 1.6 into 10 raised to minus 19. E യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 3 into 10 raised to 4 all divided by 4 into 3.14 into 4 pi. Then density തന്നിട്ടുണ്ട് 1.26 into 10 raised to 3. Then last G ആണ്, acceleration due to gravity 9.8. ഇത്ര എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് എടുക്കണം. ഓക്കെ, ഇങ്ങനെ ക്യൂബ് റൂട്ട് എടുത്ത് കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതാം. ഇതിന് ആൻസർ ആയി വരുന്നത് 9.76 into 10 raised to minus 7 meter എന്നാണ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓയിൽ ഡ്രോപ്പിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് റേഡിയസ് എത്ര കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇക്വേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും പ്രോബ്ലം വരുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കി ഏത് ഇക്വേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ.